ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പൈനാപ്പിൾ അച്ചാറാണ് വയ്ക്കാം. നമുക്ക് നല്ലെണ്ണ ചട്ടി ചൂടായി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. കുറച്ച് ഉലുവ ഇടാം, 2 ഉലുവ, കടുക്, നമ്മളിന്ന് ഇടുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും കൂടി നമ്മൾ എടുത്താണ്, മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയട്ടെ. മൂക്കുമ്പോൾ നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ അച്ചാറാണ് ഞാൻ ഇടുന്നത്. നമുക്ക് പൈനാപ്പിൾ വൃത്തിക്ക് അരിഞ്ഞ് എടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് എടുക്കാം. ലേശം ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടുക. അച്ചാറിന് ഉപ്പ് ആവശ്യമാണ്, അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ ശർക്കരയും ചാണകപ്പൊടി വിനാഗിരിയും കൂടി വെള്ളം തിളപ്പിച്ച വെള്ളമാണ്. അത് അരിച്ച് ശർക്കരയുടെ അഴുക്കെല്ലാം കളഞ്ഞ് അരിച്ച് വെച്ച വെള്ളമാണ്. എല്ലാം കൂടി തിളപ്പിച്ച് അരിച്ച് വെച്ചാൽ അത് നമുക്ക് ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ അതിനകത്ത് കിടന്ന് വേകട്ടെ. അപ്പം നമ്മൾ ഉലുവ, കടുക്, ഒരു ഇച്ചിരി ജീരകം കൂടി വറുത്ത് പൊടിച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കായ അച്ചാറുണ്ടാക്കാനുണ്ടായ പ്രചോദനം എന്താണ്? ഒരു പ്രചോദനമില്ല. ഞാൻ എൻ്റെ എനിക്ക് 3 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയവള് നേഴ്സിംഗാണ്. പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ഇട്ട് കൊടുത്തു വിടാനാണ് പൈനാപ്പിൾ അച്ചാർ ഞാൻ എടുക്കുന്നത്. ഐ സീ, ലുക്കിംഗ് നൈസ്. വെറൈറ്റി പൈനാപ്പിൾ അച്ചാർ റെഡി. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ.